ഏറെ സന്തോഷമുള്ളൊരു പ്രഭാതത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലപ്പുറം നഗരസഭയ്ക്ക് കീഴിലുള്ള പകൽ വീട്ടിലെ അമ്മമാരെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരനും ജീവകാരുണ്യ പ്രവർത്തകനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ അറിയപ്പെടുന്ന സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ ഷിമിലിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചെലവുകളും വഹിച്ച് ഇന്ന് വിമാനത്തിൽ ഈ നമ്മുടെ പകൽ വീട്ടിലെ അമ്മമാർ ഇവിടെ വിനോദയാത്ര പുറപ്പെടുകയാണ്. വിമാനത്തിൽ വിനോദയാത്ര എറണാകുളത്ത് എത്തിയതിനു ശേഷം ആഡംബര കപ്പൽ ഉൾപ്പെടെയുള്ളതിൽ ഇന്ന് നമ്മുടെ അമ്മമാർ എല്ലാവരും കയറാനിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി വിമാനത്താവളം കാണുന്നവരാണ് ഇതിലെല്ലാവരും എന്ന് തന്നെ പറയാം. വിമാനത്താവളം പോലും കാണാതെ അവസരം ലഭിക്കാതിരുന്ന നമ്മുടെ അമ്മമാരെ ഇന്ന് ഷിമിലിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ വിമാനത്തിൽ കയറ്റി കപ്പൽ ഉൾപ്പെടെയുള്ളത് കാണിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസത്തിനാണ് ഇന്നത്തെ പ്രഭാതം സാക്ഷ്യം വഹിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ നാട്ടിലെ സുഹൃത്തൊക്കെ കൂടിയായിട്ടുള്ള ഷിമിലിനോട് മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല, ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. വിജയിച്ചു വന്ന കൗൺസിലർമാർ ഉൾപ്പെടെ നിലവിലുണ്ടായിരുന്ന ക്ഷേമ ചെയർപേഴ്സൺ മറിയുമ്മ അവർ വീണ്ടും നമ്മുടെ ഈ ഇവിടുത്തെ ജനപ്രതിനിധിയാണ്. ആ പകൽ വീടിൻ്റെ തൊട്ടടുത്ത വാർഡിലെ പ്രിയപ്പെട്ട ഷിഹാബ് വീണ്ടും ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തു. നമ്മുടെ ഉമ്മർ അദ്ദേഹം പുതുതായി വന്നതാണ്. ജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തന തെരഞ്ഞെടുത്ത പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ അഥവാ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഉമ്മർ ഇടപെടുന്നത് നമ്മുടെ മുതിർന്ന അമ്മമാരുടെ ഒരു വിനോദയാത്ര എന്ന് പറയുന്ന മഹത്തായ ഒരു സൽക്കർമ്മത്തിലാണ്. ഇത് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ കെയർ ഗീവർ, മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൽമാൻ ഫാരിസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നമ്മുടെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള സഹോദരിമാരുണ്ട്. ഏതായാലും ഈ ദൗത്യത്തിന് സഹായിച്ച പ്രിയപ്പെട്ട ഷിമിലിനോട് മനസ്സ് നിറഞ്ഞ സന്തോഷവും ഈ അമ്മമാരുടെ മുഴുവൻ പ്രാർത്ഥനയും അറിയിക്കുകയാണ്. കുഴപ്പമില്ല. അപ്പം നീ എങ്ങനെ ഞങ്ങൾ കയറിയൊന്ന് കൊറോണ അത് പഴയ ആളാ, എന്നാലും വേണ്ടില്ല. ചിത്ര വൃത്തിയാക്കിയാലേ അമ്മു കുട്ടിക്കുട്ടി പത്മാവതി സത്യൻ ശാരദ പാർവതി അതെ ഓടി നടന്നാലേ
വളരെ സന്തോഷമായി നല്ല സന്തോഷമായി. ആദ്യം ഇതുപോലെ വന്നിട്ടുണ്ട്. ആദ്യം വന്നിട്ടില്ലേ, എവിടെയും പോയിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? പെട്ടെന്നെത്തില്ല നമ്മള് കേറി ഇരുന്നത് അറിഞ്ഞോളൂ, അത് ഇറങ്ങിയത് അറിഞ്ഞേ ഇല്ല. അങ്ങനെ അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ആദ്യമായിട്ട് കയറുന്നത് കണ്ടോ എന്റെ കണ്ണു നോട്ടില്ല. അയ്യോ ഇതാണ് ദമ്മ്. ആള് മാറി. ആൾക്കാർ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, സൂപ്പറായിട്ട് സന്തോഷമായി. സന്തോഷമായ? സന്തോഷം, വളരെ സന്തോഷം. ഈ കാശ്മീർ കൊണ്ടുള്ളത് കാശിയിലേക്കാണെങ്കിൽ ഞങ്ങൾ വരും. ആലപ്പുഴക്കോ? കാശിയിലേക്കാണെങ്കിൽ ഞങ്ങൾ വരും. വേറൊന്നും സൽമാൻ പോരും. അല്ല 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 ഞാൻ പെണ്ണെ കെട്ടിട്ട് കണ്ടോ സൽമാൻ പോരും. നിങ്ങളവിടെ കല്യാണം കിട്ടിയേക്കും. എനിക്ക് ബാംഗ്ലൂർ പോകണം. അല്ല അല്ല വോൾവോ സാർ. കേക്ക് ആ അല്ല ബസ് അവിടെ വരുമോ?
നമുക്ക് വന്നിട്ടില്ല, ഒരു വർഷം വന്നിട്ടില്ല. അത് നടക്കണ്ടേ? ബസ്സിൽ നിന്നതൊന്ന് ജസ്റ്റ് എന്താ പറയാ, എന്തും പറയാം. അതെപ്പോഴും കൊടുക്കി പോയി 1 2 3 4 5 6 7 രണ്ടു കൂടി കഴിച്ചു. എപ്പോഴാണ് കയറിയില്ല.